ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പ്രതിയായ എൻ വാസു അറസ്റ്റ് വേണ്ടിവരുമെന്ന് SIT സർക്കാരിനെ അറിയിച്ചു. സ്വർണം ചെമ്പാക്കിയതിൽ വാസുവിന്റെ പങ്ക് വ്യക്തം എന്ന് SIT. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും. രാജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാജീവ്, എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? രാജീവിലേക്ക് എത്താം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് പ്രതി എൻ വാസു അറസ്റ്റ് വേണ്ടിവരും എന്ന് SIT സർക്കാരിനെ അറിയിച്ചു. സ്വർണം ചെമ്പാക്കിയതിൽ വാസുവിന്റെ പങ്ക് വ്യക്തം എന്ന് SIT കണ്ടെത്തിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടക്കം മുതൽ തന്നെ എൻ വാസുവിന്റെ പങ്ക് തെളിയിക്കുന്ന നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തിയിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുരാരി ബാബുവിലും സുധീഷ് കുമാറിന്റെയും ഒക്കെ മൊഴികളിൽ അത് വ്യക്തവുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഉരുണ്ട് കളിക്കുന്ന ഒരു എൻ വാസുവിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിപ്പട്ടികയിലേക്ക് വരുമ്പോൾ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. രാജീവ്, എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഏതായാലും എൻ വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനകൾ തന്നെയാണ് SIT നൽകുന്നത്. അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രത്യേക അന്വേഷണ സംഘം സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹൈക്കോടതിയിൽ നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഹൈക്കോടതിയിലും ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരിക്കും അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക. ഇതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന് കാരണമായി പറയുന്നത് എൻ വാസുവിന്റെ പങ്ക് വളരെ കൃത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയത് എന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ നിലനിൽക്കുന്നുണ്ട്. അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികളാണ് ഇക്കാര്യത്തിൽ നിർണായകം. അതിൽ തന്നെ വാസുവിനെ ഏറ്റവും കൂടുതൽ കുരുക്കായിരിക്കുന്നത് സുധീഷ് കുമാറിന്റെ മൊഴിയാണ്. 2019 ഈ സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറത്തിറക്കുമ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെയും ഇത് അറിയിച്ചിരുന്നു എന്ന വളരെ കൃത്യമായ മൊഴി സുധീഷ് കുമാർ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനുശേഷമാണ് ദേവസ്വം പ്രസിഡന്റായി എൻ വാസു എത്തുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ PA കൂടിയായിരുന്നു സുധീഷ് കുമാർ. ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇമെയിൽ വഴി തൻ്റെ കയ്യിൽ ഈ സ്വർണം പൂശിയതിൻ്റെ ബാക്കി സ്വർണ്ണമുണ്ട് എന്ന് അറിയിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വാസു സ്വീകരിച്ചില്ല എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആ ഘട്ടത്തിലും വലിയ സംശയങ്ങൾ വാസുവിനെതിരെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ വ്യക്തത വേണമെന്ന് അന്വേഷണ സംഘം പറയുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വാസുവിനെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് ഈ കട്ടളപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് വാസുവിനെ ഉൾപ്പെടെ പ്രതി ചേർത്തിരിക്കുന്നത്. ആ സംഭവത്തിലാണ് നിലവിലിപ്പോൾ അറസ്റ്റിലേക്ക് കടക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ കർശനമായ ചില നിർദ്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കണമെന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ വിവരങ്ങൾ അവർ ഒരു പരിധിവരെ രഹസ്യമായി സൂക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം വാസു അറസ്റ്റിലേക്ക് തന്നെ പോവുകയാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അത് ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ആകും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എൻ വാസു. നേരത്തെ 2018 ശബരിമല യുവതീ പ്രവേശന വിഷയമൊക്കെ ഉണ്ടായപ്പോൾ സർക്കാരിന് വേണ്ടി അവിടെ എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്തത് വാസുവായിരുന്നു. നിയമോപദേശം ഉൾപ്പെടെ എൻ വാസു സർക്കാരിന് ആ ഘട്ടത്തിൽ നൽകുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് വീണ്ടും, അതായത് പത്മകുമാർ മാറിയതിനു ശേഷം എൻ വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ ആ കാലഘട്ടത്തിൽ എൻ വാസുവിൻ്റെ ഭാഗത്തു നിന്നും നടന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്, അതായത് എൻ വാസുവിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തത് മാത്രം പോരാ, സുധീഷ് കുമാറിനെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ വേണം. അതിനുവേണ്ടി എൻ വാസുവിനെ വീണ്ടും വിളിച്ചു വരുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്
അന്വേഷണ സംഘം കടക്കും. ഇതിനൊപ്പമാണ് അന്വേഷണ സംഘം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്ന കാര്യം സർക്കാരിനെ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉടനുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത് ഈ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമാകും. ഇനി സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ എതിർപ്പ് പറയുകയാണെങ്കിൽ അന്വേഷണ സംഘം വീണ്ടും ഇക്കാര്യത്തിൽ പുനരാലോചന നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ വളരെ വളരെ വിരളമാണ്. കാരണം എൻ വാസുവിൻ്റെ പങ്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കേസിൽ 3-ാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഒഴിവാക്കി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇക്കാര്യം തന്നെയാണ് അന്വേഷണ സംഘം സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നത്. രോഹിണി. അതെ രാജീവ്, നമുക്കറിയാം എൻ വാസുവിന്റെ ശബരിമലയിലെ സ്വാധീനവും ഒപ്പം രാഷ്ട്രീയ സ്വാധീനവും. അത് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുരാരി ബാബുവും സുധീഷ് കുമാറിന്റെയും ഒക്കെ മൊഴികളിൽ എൻ വാസുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിക്ക് മുൻപാകെ മുദ്രവച്ച കവറിൽ ഹാജരാക്കുകയുമാണ്. അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതോടൊപ്പം എൻ വാസുവിന്റെ പങ്ക് വ്യക്തമായി എൻ വാസുവിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മറ്റ് ഉന്നതരിലേക്ക് കൂടി അന്നത്തെ കാലയളവിൽ ആരൊക്കെ ഇതിന്റെ പങ്കാളികളായിരുന്നു എന്നതിലേക്ക് കൂടി വഴിതെളിക്കുന്ന ഒരു സാഹചര്യം വരികയില്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത്രയും വലിയൊരു കളവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. കാര്യങ്ങൾ വ്യക്തമാകുന്നത് പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും സ്വാധീന ശക്തിയായ എൻ വാസുവിൽ ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഇനിയും കൂടുതൽ സ്രാവുകളിലേക്ക് കൂടി എത്തേണ്ടത് അനിവാര്യമാണ്, എത്തേണ്ടതല്ലേ? തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്താൻ കഴിയില്ല. 2019 കട്ടിളപ്പാളിയിൽ കടത്തിയതായാലും പിന്നീട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിക്കൊണ്ടുപോയതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത് നടക്കില്ല. വലിയ തരത്തിലുള്ള ഉന്നത ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്ന് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് SIT രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പോക്കും ആ രീതിയിൽ തന്നെയാണ്. ഉന്നതർക്ക് ഇതിൽ വളരെ കൃത്യമായ പങ്കുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി എൻ വാസു കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല എൻ വാസുവിന്റെ അറസ്റ്റ് അനിവാര്യമാണെന്ന നിലപാടിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ശബരിമല യുവതീ പ്രവേശന സമയത്ത് എല്ലാ ഒത്താശയും സർക്കാരിന് വേണ്ടി ശബരിമലയിൽ ചെയ്തു കൊടുത്ത നിയമോപദേശം ഉൾപ്പെടെ സർക്കാരിന് നൽകിയ ആ വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. സർക്കാരിന് ഇടപെട്ട് ഈ അറസ്റ്റ് ഒഴിവാക്കാൻ കഴിയില്ല. SIT അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഈ വിഷയത്തിന്റെ ഗൗരവം ധരിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ എൻ വാസുവിന്റെ അറസ്റ്റ് ഒഴിവാക്കിയാൽ അത് വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ കർശനമായ ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് മുഖ്യമന്ത്രിയെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഇക്കാര്യം ധരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകും എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്കും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതിയേർക്കപ്പെട്ട ആളുകളിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ നിന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അംഗങ്ങൾക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വളരെ കൃത്യമായി ഈ തെളിവുകൾ ജനൻ TV പുറത്തുവിട്ടതുമാണ്. അന്ന് ദേവസ്വം സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ദേവസ്വം സെക്രട്ടറി ഒരു ഉത്തരവിറക്കുന്നത്, അതായത് കട്ടിളപ്പാളികൾ കൊണ്ടുപോകാനും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോകാനും ഒക്കെ ഉത്തരവിറക്കിയിരിക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ്. ദേവസ്വം സെക്രട്ടറി ഉത്തരവിറക്കുന്നത് ദേവസ്വം ബോർഡിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിലൊന്നും അറിവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആദ്യഘട്ടത്തിൽ എൻ വാസുവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ല, വ്യക്തിപരമായ ബന്ധം തങ്ങൾ തമ്മിൽ ഇല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എൻ വാസുവിന് നന്നായി അറിയാം. ഈ സ്വർണം പോയതിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ എൻ വാസുവിന് വളരെ കൃത്യമായ പങ്കുണ്ട്. സ്വർണം ചെമ്പാക്കി മാറ്റിയതിൽ കൃത്യമായ പങ്ക് എൻ വാസുവിനുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതുമായി ബന്ധപ്പെട്ട മൊഴികൾ, ഇതൊക്കെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക്, തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് നിലപാട്
നിലപാട് സ്വീകരിക്കും. നേരത്തെ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വെറും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി അന്വേഷണം ഒതുക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡിലെ ഉന്നതരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ സർക്കാരുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളും ജന TV നേരത്തെ പുറത്തുവിട്ടിരുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം, മുഖ്യമന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധം 2025 വരെ ഈ ബന്ധം എങ്ങനെ തുടർന്നു, സംസ്ഥാന ഇന്റലിജൻസ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ റിപ്പോർട്ട് നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് എൻ വാസു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നത്. ശരി രാജീവ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതിയായ എൻ വാസു അറസ്റ്റ് വേണ്ടിവരും എന്ന് SIT സർക്കാരിനെ അറിയിച്ചു. സ്വർണം ചെമ്പാക്കിയതിൽ വാസുവിന്റെ പങ്ക് വ്യക്തം എന്ന് SIT, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്നുമാണ് SIT പറയുന്നത്. രാജീവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.